ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ക്രിസ്തുമസും പുതുവത്സരവും കൂടെ ആഘോഷിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചതിന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എന്താണ് ക്രിസ്തുമസ്? ക്രിസ്മസ് നാളിൽ തെളിയുന്ന പല വർണ്ണങ്ങളിലുള്ള നക്ഷത്രങ്ങൾ തരുന്ന സന്ദേശം എന്താണ്? ക്രിസ്മസ് വിനയപ്പെടലിൻ്റെ സുവിശേഷമാണ്. ക്രിസ്തുമസ് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ആജ്ഞാനുവർത്തികളും ദൈവത്തെ സദാ സ്തുതിക്കുന്നവരുമായ കോടി കോടി സ്വർഗീയ ദൂതന്മാരും സൈന്യങ്ങളുമുള്ള സ്വർഗത്തിൽ നിന്നും എളിമയോടെ മാനവകുലത്തിന്റെ പരിത്രാണത്തിനായി യേശു ക്രിസ്തു ബേത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ പിറന്ന സുദിനം. അതുകൊണ്ട് ക്രിസ്മസ് വിനയപ്പെടലിന്റെ സുവിശേഷമാണ്. ലോകത്തെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും സൗരയൂഥങ്ങളെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ ഒരു ദരിദ്രനെ പോലെ ജനിച്ചു. ഒരു മനുഷ്യനും ഇതിൽ താഴെയുള്ള ദരിദ്രനാകാതിരിക്കാൻ. വിശുദ്ധ ലൂക്കോസ് 2:14 ഇപ്രകാരം പറയുന്നു: ദൈവപ്രസാദമുള്ളവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്കുമേ സമാധാനം ലഭിക്കും. നക്ഷത്രം വഴി നടത്തിയ വിദ്വാൻമാരുടെ യാത്രയുടെ തുടക്കം സന്തോഷകരമായിരുന്നു. എന്നാൽ ഹെരോദ രാജകൊട്ടാരത്തിൽ ആ രാജകുമാരനെ ദർശിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ നിരാശയായി. പ്രത്യാശയുടെ നക്ഷത്രം അവരെ വീണ്ടും വഴി നടത്തി. പുൽത്തൊഴുത്തിന് മുകളിൽ നക്ഷത്രം നിന്നപ്പോൾ യേശുകുഞ്ഞിന്റെ സാന്നിധ്യം വീണ്ടും അവരെ സന്തോഷപൂരിതമാക്കി. നിരാശയുടെ മുഖം ഇവിടെ മഹാസന്തോഷത്തിന് വഴിമാറുകയാണ്. ഇന്ന് ആർഭാടമായി തൂക്കുന്ന പല വർണ്ണങ്ങളിലുള്ള നക്ഷത്രത്തിന് ക്രിസ്തുവിന്റെ സാന്നിധ്യവും അതുവഴി വിനയവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് വിനയപ്പെടാം. ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയാത്ത കോടി കോടി ജനങ്ങൾ സമാധാനത്തിലും ദാരിദ്ര്യത്തിലും യുദ്ധഭീഷണിയിലും ഭീകരവാദത്തിലും കഴിയുമ്പോൾ നമ്മൾ തൂക്കുന്ന നക്ഷത്രങ്ങൾ ഒരു സന്ദേശമായി മാറട്ടെ. ഒരു പുതുവർഷത്തിലേക്ക് കടക്കാൻ മുമ്പിൽ കൊള്ളുന്ന ലോകത്തിന് ക്രിസ്മസ് ഒരു പുതിയ അനുഭവമാകട്ടെ. കഴിഞ്ഞുപോയ വർഷത്തിൽ നമ്മെ നടത്തിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഫാദർ പൗലോസ് ഞാറ്റുംകാല, വികാരി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി, മണ്ണത്തൂർ. മണ്ണത്തൂർ സെന്റ് ജോർജസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. നീയോ ബെത്ലഹേം എഫ്രാത്തോ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്കായി നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ ഉദയശോഭയിലേക്കും വരും. ശേബയിൽ നിന്നും അവരൊക്കെയും വരും. പൊന്നും കുന്തിരിക്കവും അവർ കൊണ്ടുവന്ന് കാഴ്ചവെച്ച് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. ലോകങ്ങൾക്കും സൃഷ്ടികൾക്കും മുമ്പേ ഉള്ളവനും ദാവീദിനെ സൃഷ്ടിച്ചവനുമായവൻ കാലപൂർണതയിൽ ദാവീദ് പുത്രയിൽ നിന്ന് പുതിയതായി ജനിച്ചു. തലമുറകളെക്കാളും വംശങ്ങളെക്കാളും പൂർവികൻ എളിയവനെ പോലെ പഴന്തുണികളാൽ ആവരണം ചെയ്യപ്പെട്ടു. ദൈവസ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം വരാതെ മനുഷ്യനായി തീർന്ന അത്ഭുത കുഞ്ഞാടിന്റെ രക്ഷാകരമായ ശ്രേഷ്ഠതയും ജീവിതവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം.
നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യൗസേപ്പിന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയായ മറിയാമിന്റെ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവിടെ അതാ ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ മറിയാമിന് പ്രത്യക്ഷനായിരിക്കുന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ. അയ്യോ, ഇതെന്താണ്? ആരാണ് എനിക്ക് വന്ദനം നൽകിയത്? മറിയേ, ഭയപ്പെടേണ്ട. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. അവൻ യാക്കോബിന്റെ വംശത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഞാൻ ഇന്നുവരെ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ചൊരിയപ്പെടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അതാ അവിടെ മഞ്ഞുമൂടിയ ബേത്ലഹേം താഴ്വര. മാനത്ത് പൂന്തിങ്കൾ വിരിഞ്ഞു നിൽക്കുന്നു. താഴ്വരയാകെ വെൺമഞ്ഞ് പെയ്യുന്നു. പൊതിയുന്ന മഞ്ഞിനാൽ താഴ്വരയാകെ തിളങ്ങുകയാണ്. പകൽ മുഴുവൻ ആടുകളെ മേയിച്ചുകൊണ്ട് തളർന്നു കിടക്കുന്ന ആട്ടിടയന്മാർ ഇതാ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. രാത്രിയിൽ ആട്ടിൻകൂട്ടത്തിന് കാവലിരിക്കുന്ന ഇടയന്മാരെ നമുക്ക് കാണാം. ആ മഞ്ഞുമൂടിയ നിലാവിൽ കുളിച്ച് അങ്ങ് കിഴക്കായി ഒരു ദിവ്യ നക്ഷത്രം കാണുമാറായി. ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത് നിവൃത്തിയാകുമാറ് ലോകത്തിന്റെ 3 കോണുകളിൽ നിന്നായി അവർ എത്തി. ഹോളി മാഗി എന്ന് അവർ അറിയപ്പെടുന്നു. 3 വിദ്വാൻമാർ, 3 രാജാക്കന്മാർ, കിഴക്കു നിന്ന് വന്ന രാജാക്കന്മാർ എന്നിങ്ങനെയെല്ലാം അവർ അറിയപ്പെടുന്നു. സങ്കീർത്തനം 72-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എല്ലാ രാജാക്കന്മാരും അവന് വണങ്ങും. രാജാക്കന്മാരുടെ രാജാവായ മിശിഹാ തമ്പുരാനെ കാണുവാൻ പടിഞ്ഞാറ് ഗ്രീസിൽ നിന്നും മെൽക്കിയോർ എന്ന യവനനും അറേബ്യൻ നാടുകളിൽ നിന്നും ബൽത്താസറും നമ്മുടെ ഇന്ത്യയിൽ നിന്നും കാസ്പർ എന്ന ഹൈന്ദവനും എത്തിയെന്ന് ചരിത്രത്താളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെ,
ബേത്ലഹേമിലെ ഒരു പൗരപ്രമാണിയുടെ മണിമാളികയോട് ചേർന്നുള്ള കാലിത്തൊഴുത്തിൽ മാതൃം കൊച്ചുന്ന മഞ്ഞിൻ കുളിർമയിൽ അവൻ പിറന്നിരിക്കുന്നു. കീറത്തുണികളാൽ പൊതിയപ്പെട്ട അവന്റെ തളിരിളം മേനിയത ദൈവദൂതന്മാരുടെ ചിറകിൻ ചൂടിൽ സുഖസുഷുപ്തിയിലാണ്. അരികത്തായി മാതാവും യൗസേപ്പിതാവും. സ്വർഗീയനാഥന് കൂട്ടായി അവിടെയുള്ളത് കുറെ ആട്ടിൻപറ്റങ്ങളും കന്നുകാലികളും മാത്രം. സ്വർഗീയ സൈന്യത്തിന്റെ കിന്നരനാദത്തോടൊപ്പം വാനവരും മാനവരും ദൈവത്തെ പാടി പുകഴ്ത്തുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതെ, നമുക്കും പോകാം. ദാവീദിന്റെ പുത്രനായി ജനിച്ച ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ തളിരാർന്ന പൊന്നോമന മുഖം നമുക്കും ദർശിക്കാം.
side. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Now the ground is white, so go it while you're young. Take the girls tonight and sing the sleighing song. Just get a bobtailed nag, 240 for his speed. Then hitch him to an open sleigh and crack, you'll take the lead. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Now the ground is white, so go it while you're young. Take the girls tonight and sing the sleighing song. Just get a bobtailed nag, 240 for his speed. Then hitch him to an open sleigh and crack, you'll take the lead. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. bless your name. You are my all in all. When
രാജാവിൻ രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലർവീഥിയൊരുക്കി മാലാഖമാർ പുൽമെത്ത വിരിച്ചു ഇടയന്മാർ.
സുഹൃത്തുക്കളെ, നാം ഇതുവരെ ദർശിച്ചിരുന്ന ആ ദിവ്യനക്ഷത്രം എവിടെ? അതെ, ആകാശവിധാനങ്ങളിലെ 1000 സൂര്യനക്ഷത്രങ്ങളിൽ നിന്നും ഇതുവരെ ആ ദിവ്യനക്ഷത്രം മാത്രം നമുക്കായി വേറിട്ട് നിന്നിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞുവോ? ഭാരതീയ സിദ്ധാന്തം അനുസരിച്ച് ജ്യോതിശാസ്ത്രപ്രകാരം നക്ഷത്രങ്ങളെ തരംതിരിച്ച് അവയുടെ ഗമന നിർഗമനങ്ങൾ മനസ്സിലാക്കുവാൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മുനിശ്രേഷ്ഠന്മാർ പഠിച്ചിരുന്നു. ഇതുവരെ നമുക്ക് വഴികാട്ടിയായിരുന്ന ആ ദിവ്യ നക്ഷത്രം അതാ ആ കുന്നിൻചെരുവിലായി സ്ഥാനമുറപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ ആചാര്യന്മാരെ? എവിടെ? ഏതു ദിശയിൽ? ഇതാ എന്റെ ഈ കൈവിരൽ തുമ്പിലൂടെ സൂക്ഷിച്ചു നോക്കൂ. ആ കുന്നിൻചെരുവിന്റെ ഓരത്തുള്ള ആ ചെറിയ പട്ടണത്തിന്റെ മുകളിൽ. അതെ, അതുതന്നെ. സംശയമില്ല, നമുക്ക് വഴികാട്ടിയായ ആ ദിവ്യനക്ഷത്രം അത് തന്നെ. അതിഗംഭീരമായ ആ മണിമാളിയോട് ചേർന്നുള്ള ഒരു പശുത്തൊഴുത്തിന് മുകളിലായി ആ വാൽനക്ഷത്രം ജ്വലിച്ചു നിൽക്കുന്നു. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. നാം ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടിട്ട് നാഴികൾ പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ലഭിച്ച ദർശനപ്രകാരം ലോകരക്ഷിതാവായ മിശിഹ പിറന്നിരിക്കുന്നത് ഇവിടെ തന്നെ ശ്രേഷ്ഠരെ. അതുതന്നെ, ഇതൊരു പുതിയ ലോകത്തിന്റെ തിരുപ്പിറവിയാണ്. ഒരു പുതുജനതയുടെ തിരുപ്പിറവിയാണ്. ഒരു പുതിയ പ്രഭാതത്തിന്റെ തിരുപ്പിറവിയാണ്. ലോകരക്ഷിതാവായ മിശിഹായുടെ മനുഷ്യരൂപത്തിലെ തിരുപ്പിറവി ഇതാ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രയും ആദരണീയരായ ആചാര്യന്മാരെ, നിങ്ങളേവരെയും ഒന്നിരുന്ന് വിശ്രമിക്കുവാൻ പോലും ഇടമില്ലാത്ത ഈ കാലത്തൊഴുത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലോകരക്ഷിതാവിന് ജന്മം നൽകുവാൻ ഭാഗ്യം ലഭിച്ച പിതാവും മാതാവുമേ, നിങ്ങൾ സുഹൃതം ചെയ്തവരാണ്. ലോകം നിങ്ങളുടെ നാമങ്ങൾ നാളെ വാഴ്ത്തപ്പെടുമാറാക്കും. കാരണം ഈ ശീലത്തുള്ളിയിൽ കിടക്കുന്നത് വെറും ഒരു കുഞ്ഞല്ല. ഇവനിലാണിനി ഭാവി, ഇവനിലാണിനി വർത്തമാനം. ഇവൻ മുഖാന്തരമാണിനി ഭൂതകാലത്തിലെ ചരിത്ര സംഭവങ്ങളുടെ പൂർത്തീകരണം. രാജാക്കന്മാരുടെ രാജാവായി ഭൂമിയിൽ പിറന്ന അത്യുന്നതന്റെ പുത്രനിതാ. രാജത്വത്തിന്റെ പ്രതീകമായ സ്വർണം ഈ ഉള്ളവൻ കാഴ്ചവെക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായി ഭൂമിയിൽ പിറന്ന മഹോന്നതനിതാ ദൈവത്വത്തിന്റെ പ്രതീകമായ കുന്തിരിക്കം ഈ അടിയൻ കാഴ്ചവെക്കുന്നു. മനുഷ്യനായി ഭൂമിയിൽ പിറന്ന ലോകരക്ഷിതാവായ മശിഹായുടെ പാദങ്ങളിൽ അടിയരീത മനുഷ്യത്വത്തിന്റെ പ്രതീകമായ മീറ സമർപ്പിക്കുന്നു. ലോകരക്ഷിതാവിന്റെ മാതാപിതാക്കളിൽ ഞങ്ങൾ യാത്രയാകുന്നു. ലോകത്തിന്റെ 3 കോണുകളിൽ നിന്നും വന്നവരാണ് ഞങ്ങൾ. ഞാൻ അങ്ങ് കിഴക്ക് ഇന്ത്യയിൽ നിന്നും വന്ന ഹൈന്ദവനായ കാസ്പറാണ്. ഞാൻ പടിഞ്ഞാറ് ഗ്രീസിൽ നിന്നും വന്ന യവനനായ മെൽക്യോറാണ്. ഞാൻ അറേബ്യയിൽ നിന്നും വന്ന ബൽത്താസറാണ്.
മുക്കോണുകളിൽ നിന്നും അരുളപ്പാട് ലഭിച്ചു വന്ന ഞങ്ങൾക്ക് ഒരു ദിവ്യ നക്ഷത്രം വഴികാട്ടിയായി. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള 3 വിദ്വാൻമാരുടെ കൂടിച്ചേരലിനും തിരുപ്പിറവി ദർശനത്തിനും അങ്ങനെ ഇവിടെ ഇതാ ഈ കാലിത്തൊഴുത്തിൽ പൂർത്തീകരണം സംഭവിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ മടങ്ങട്ടെ. ലോകരക്ഷിതാവായ മിശിഹായെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്ന തമ്പുരാനെ, നിന്റെ തിരുനാമം എന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവിധത്തിനൊത്തവണ്ണം അടിയങ്ങളിതാ യാത്രയാകും. ഹൊയ്യാരെ 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 ഓ ഹൊയ്യാരെ. പൂത്തപ്പുഞ്ചപ്പാടം പൂത്തുലയണ നേരം ഞങ്ങളോർക്കണു നാഥ നന്ദിയോടെ നിന്നെ. പൂത്തപ്പുഞ്ചപ്പാടം പൂത്തുലയണ നേരം ഞങ്ങളോർക്കണു നാഥ നന്ദിയോടെ നിന്നെ. കാലവർഷക്കാറ്റിൽ കാടുലയണ നേരം ഞങ്ങളോർക്കണു നാഥ നന്ദിയോടെ നിന്നെ. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം പാടിടാം പാടിടാം. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം പാടിടാം. കാട്ടരുവിക്കരയിൽ കലമാനണയണ നേരം കാട്ടുപൊന്ത കൂട്ടിൽ നല്ല കിളിക്കരയണ നേരം കാട്ടരുവിക്കരയിൽ കലമാനണയണ നേരം കാട്ടുപൊന്ത കൂട്ടിൽ നല്ല കിളിക്കരയണ നേരം കടലു ചാകര കൊയ്ത്തിനു കനിവു നൽകണ നേരം കടലു ചാകര കൊയ്ത്തിനു കനിവു നൽകണ നേരം കാട്ടുമുല്ല പൂക്കൾ മണമുതിരണ നേരം ഞങ്ങളോർക്കണു നാഥ നന്ദിയോടെ നിന്നെ. ഞങ്ങളോർക്കണു നാഥ നന്ദിയോടെ നിന്നെ. പൂത്തപ്പുഞ്ചപ്പാടം പൂത്തുലയണ നേരം ഞങ്ങളോർക്കണു നാഥ നന്ദിയോടെ നിന്നെ. കാലവർഷക്കാറ്റിൽ കാടുലയണ നേരം ഞങ്ങളോർക്കണു നാഥ നന്ദിയോടെ നിന്നെ. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം പാടിടാം. കർക്കിടകരാവിൽ കോളുകൊള്ളണ നേരം കൈതപ്പൂം കൂട്ടം പുഞ്ചിരിക്കണ നേരം
കർക്കിടകരാവിൽ കോളുകൊള്ളണ നേരം, കൈതപ്പൂം കൂട്ടം പുഞ്ചിരിക്കണ നേരം, കാട്ടുമുയലിൻ കൂട്ടം കറുക തിന്നണ നേരം, കാട്ടുമുയലിൻ കൂട്ടം കറുക തിന്നണ നേരം, കുഞ്ഞിളം പൂങ്കവിളിൽ അമ്മ മുത്തണ നേരം, ഞങ്ങളു കണുനാഥ നന്ദിയോടെ നിന്നെ, ഞങ്ങളു കണുനാഥ നന്ദിയോടെ നിന്നെ, ഉത്തപ്പുഞ്ചപ്പാടം പൂത്തുലയണ നേരം, ഞങ്ങളു കണുനാഥ നന്ദിയോടെ നിന്നെ, കാലവർഷക്കാറ്റിൽ കാടുലയണ നേരം, ഞങ്ങളു കണുനാഥ നന്ദിയോടെ നിന്നെ, ഞങ്ങളു കണുനാഥ നന്ദിയോടെ നിന്നെ, ഞങ്ങളു കണുനാഥ നന്ദിയോടെ നിന്നെ. കാലിത്തൊഴുത്തിലെ കാരുണ്യമേ, അവിടുത്തെ ഗത്സമനയിലെ പ്രാർത്ഥനയും കാൽവരിക്കുന്നിലെ കണ്ണുനീരും എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ. നിന്റെയും നിന്റെ പിതാവിൻ്റെയും തിരുഹിതത്തിനൊത്തവണ്ണം ചരിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് നാഥ. എങ്കിലും കഷ്ടതയുടെയും നെടുവീർപ്പിൻ്റെയും നിലവിളിയുടെയും ആകുലതയുടെയും മാറാവ്യാധികളുടെയും നടുവിൽപ്പെട്ട് വലയുന്നു ഇന്നിൻ്റെ ഈ ലോകം ഒരു സാന്ത്വനത്തിനായി കീഴും. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വർഗീയതയുടെ വിഷുവത്തുകൾ പാകുന്ന ദുഷ്ടതയുടെ വിളനിലമാകുന്ന ഈ ലോകം ശാശ്വത സമാധാനത്തിൻ്റെയും നിത്യപ്രകാശത്തിൻ്റെയും ഭൂമിയായി മാറിടുവാൻ നീ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. വാഗ്വാദങ്ങളാലും തർക്കങ്ങളാലും ഞങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ട അങ്ങയുടെ ആലയത്തിൽ മുട്ടുമടക്കുവാൻ സഹതായുടെ തിരുനടയിൽ ഒരുകുന്ന മെഴുകുതിരിയായി മാറുവാൻ ഞങ്ങൾക്ക് നീ ഇടയാക്കണം. ഒരു പുത്തൻ അനുഭവത്തിൻ്റെ, ഒരു പുതു സൃഷ്ടിയുടെ നവ്യാനുഭൂതിയിലൂടെ ശാശ്വത സമാധാനത്തിൻ്റെ നിത്യലോകത്തിനായി നമുക്കൊന്നു ചേർന്ന് പാടാം. സൃഷ്ടിയായെന്ന് പാടി സ്തുതിക്കാം പുതിയതം നന്മകളേൽക്കാം. പുതു സൃഷ്ടിയായെന്ന് പാടി സ്തുതിക്കാം പുതിയതം നന്മകളേൽക്കാം. പുത്രനും ദൈവത്തിൻ പൊന്മുഖം ഒരു നാം പാടാം. പുത്രനും ദൈവത്തിൻ പൊന്മുഖം പുതിയൊരു നാം പാടാം. പുതു സൃഷ്ടിയായെന്ന് പാടി സ്തുതിക്കാം പുതിയതം നന്മകളേൽക്കാം. പുതു സൃഷ്ടിയായെന്ന് പാടി സ്തുതിക്കാം പുതിയതം
ആശ്വാസമേകും. ആഴങ്ങളിൽ നിന്നും കരകയറ്റിയിടും ആകുലർക്ക് ആശ്വാസമേകും. കാത്തുരക്ഷിച്ചിടും കാരുണ്യമോടി കാത്തുരക്ഷിച്ചിടും കാരുണ്യമോടി പുതു സൃഷ്ടിയായെന്ന് പാടി സ്തുതിക്കാം പുതിയതന്നേൽക്കാം. പുതു സൃഷ്ടിയായെന്ന് പാടി സ്തുതിക്കാം പുതിയതന്നേൽക്കാം. കരുണയമോടവൻ കരങ്ങൾ താങ്ങും കരുണയെ തേടുന്ന നാഥൻ. കരുണയമോടവൻ കരങ്ങൾ താങ്ങും കരുണയെ തേടുന്ന നാഥൻ. കാത്തുരക്ഷിച്ചിടും കാരുണ്യമോട് കിടത്തുന്നു. കാത്തുരക്ഷിച്ചിടും കാരുണ്യമോട് കിടത്തുന്നു. പുതു സൃഷ്ടിയായെന്ന് പാടി സ്തുതിക്കാം പുതിയതന്നേൽക്കാം. പുതു സൃഷ്ടിയായെന്ന് പാടി സ്തുതിക്കാം പുതിയതന്നേൽക്കാം. പുത്രനും ദൈവത്തിൻ പൊന്മുഖം കാണാം പുതിയൊരു ഗാനം പാടാം. പുത്രനും ദൈവത്തിൻ പൊന്മുഖം കാണാം പുതിയൊരു ഗാനം പാടാം. പുതു സൃഷ്ടിയായെന്ന് പാടി സ്തുതിക്കാം പുതിയതന്നേൽക്കാം. പുതു സൃഷ്ടിയായെന്ന് പാടി സ്തുതിക്കാം പുതിയതന്നേൽക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് മണ്ണത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കൂട്ടുകാർ അവതരിപ്പിച്ച ഹെവൻലി ബെൽസ് ഇവിടെ പൂർണ്ണമാകുന്നു. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas.